സാർ നമസ്കാരം. എന്താണ് എന്താ ദൃശ്യം ത്രീയുടെ പരിപാടിയൊക്കെ? സ്ക്രിപ്റ്റ് വർക്കും പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കുന്നു. ആഹാ ആ, ഇതോടെ തീരുമോ അതോ ദൃശ്യം സിനിമാറ്റിക് യൂണിവേഴ്സ് ഒക്കെ ഉള്ള പരിപാടിയാണോ? അല്ല സാറെ, കഞ്ഞി കുടിച്ച് പോകണ്ടേ? ഈ ജോർജ് കുട്ടിയെ കൊണ്ട് ഒരു ധ്യാനം കൂടെ കൂടിച്ചാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. എടോ, എത്രയാന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പുള്ളിക്കാരൻ എൻ്റെ സ്വർണ്ണ മുട്ടയിടുന്ന താറാവില്ലയോ, അതിനെ കൊണ്ടൊരു 5-6 മുട്ടയും കൂടി ഇടിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മുട്ടയിട്ട് അവസാനം മുട്ടായിരുന്നാൽ മതി. പിന്നെ താമെന്ന കാര്യം പറഞ്ഞില്ല. ജോർജ് കുട്ടിയെ കൊണ്ട് മുട്ട ഇടിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആസിഫലിയെ കൊണ്ടൊരു മുട്ട ഇടിച്ചാലോ എന്നൊരു പ്ലാൻ ഉണ്ട്, ഒരു ത്രില്ലർ പടം. പറഞ്ഞ കേൾക്കട്ടെ. ഓക്കെ. അപ്പോൾ ഈ കഥ നടക്കുന്നത് കോയമ്പത്തൂരിലാണ്. അവിടുത്തെ ഒരു വലിയൊരു മണി ലോണ്ടറിങ് കമ്പനിയിലെ കുറച്ച് ഡേറ്റയെ മോഷ്ടിച്ചുകൊണ്ട് ഒരുത്തൻ കടന്നു കളയും. അവൻ്റെ പേരാണ് കിരൺ. പക്ഷേ ആളുടെ ഡെഡ് ബോഡി ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് സൈറ്റിൽ നിന്ന് കിട്ടും. അങ്ങനെ ഈ ഡേറ്റയുള്ള ഹാർഡ് ഡിസ്കും തപ്പി ഈ കമ്പനി മുതലാളിയുടെ റൈറ്റ് ഹാൻഡും പോലീസും കൂടെ കിരണിന്റെ ഗേൾഫ്രണ്ടായ അഭിരാമിയുടെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കും. മുതലാളിയുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ കണ്ട ഗുണ്ട അത് പറയത്തേ ഇല്ല. പുള്ളിക്ക് വരെയുള്ള ഷർട്ട് എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്സാണ്. അതും ഇൻസേർട്ട് ചെയ്ത് നല്ല ടിപ്പ് ടോപ്പിൽ നടക്കുന്ന ജെന്റിൽമാൻ. ഇയാൾ വല്ലാത്ത ഉപദ്രവമാണല്ലോ. ഇനി വേറൊരുത്തരുണ്ട്. അവന് യൂട്യൂബ് ചാനൽ നടത്തുക, പ്യുവർ ഫാക്ട്സ്, സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഒരു ന്യൂസ് ചാനൽ. ഞാൻ അശ്വിൻ കുമാർ, ഒരു ഓൺലൈൻ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടറാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ എന്താണോ യാഥാർത്ഥ്യം അത് ഏച്ചുകെട്ടലുകളില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. അല്ല, ഈ കിരൺ എന്തിനാ ഇത് കട്ടത്? നല്ല ഉദ്ദേശം, പോലീസിന് കൊടുക്കാനാ. നല്ല പയ്യനായിരുന്നു, പെട്ടെന്നായിരുന്നു പറഞ്ഞു. ആളത്ര വെടിപ്പൊന്നുമല്ല. ഇവരിങ്ങനെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും ഒരാൾ പണ്ടേ ഉടായ്പായിരുന്നു. അതെന്താ? ട്വിസ്റ്റ് നമ്പർ 1, ഇവൻ ചത്തിട്ടില്ല. ഇതെന്താ അലമാരി ഒരു പിക്കാക്സോ? പിക്കാക്സ് മാത്രമല്ല, സാമ്പാർ ഇളക്കുന്ന ചട്ടുകം വരെ ഉണ്ട് അതിനകത്ത്. ഇനി അഭിരാമിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരുത്തിയുണ്ട്. പോലീസ് അത് അന്വേഷിച്ചോളൂ. തന്റെ സഹായോട് ആവശ്യമില്ല. ഇനി താൻ ഇവളുടെ പുറകെ ഞാൻ പോലീസിനെ വിളിക്കും. താൻ കൂടുതൽ സംസാരിക്കണ്ട, ഇറങ്ങിപ്പോ. താൻ ഇനി സംസാരിക്കണ്ടെന്ന് മര്യാദ ഇറങ്ങി പോവാൻ. ഇതൊരു പോയില്ലേ? താൻ എന്തിനാ ഇവിടെ ചുറ്റിപ്പറ്റി കിടക്കുന്നത്? ഞാൻ പോന്നല്ലോ. താൻ സഹായിച്ചനൊക്കെ നന്ദി. ഇനി താൻ പൊക്കോ. താൻ ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നല്ലേ. ഇവന് സെന്റി ഒക്കെ അടിക്കുന്നേ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാനാ. ഇനി വന്നേ. എന്തൊരു വെറുപ്പീരാണ് ഇവള്. ട്വിസ്റ്റ് നമ്പർ 2, ഇവള് വെറുപ്പിക്കാൻ കൂടിയതല്ല, മുതലാളിക്ക് ചാരപ്പടി ചെയ്യാൻ കൂടിയതാ. കിരൺ സാവലാനെ നനക്കറേ. പാവ അഭിരാമി. അത്ര പാവമൊന്നും അല്ല. ട്വിസ്റ്റ് നമ്പർ 3, ഇവൾക്ക് ഹാർഡ് ഡിസ്കിനെ കുറിച്ച് നേരത്തെ അറിയായിരുന്നു. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. ഈ ഹാർഡ് ഡിസ്കിന്റെ കാര്യവും SP ആയിട്ടുള്ള കിരണിന്റെ പ്ലാനൊക്കെ എനിക്ക് അറിയായിരുന്നു. എടോ, താൻ ഇപ്പോഴേ ഈ ടിസ്റ്റൊക്കെ പൊട്ടിച്ച് പറഞ്ഞാൽ പിന്നെ ക്ലൈമാക്സിൽ എന്തെങ്കിലും വേണ്ടേ? അവസാനത്തേക്കുള്ള 10 ട്വിസ്റ്റ് ഇപ്പോഴേ റെഡിയാണ്. ഓഹോ, എന്നിട്ട് അങ്ങനെ കിരൺ ചത്തിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഈ കിരണിനെ അന്വേഷിച്ച് ഈ മുതലാളിയുടെ ഗുണ്ടകളും ഇവരും ഇറങ്ങും. ഇതേ സമയം കിരണും കിരണിന്റെ ഫ്രണ്ട് PK കൂടെ ഈ ഹാർഡ് ഡിസ്കിലെ ഡേറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ട്വിസ്റ്റ് നമ്പർ 4, ഈ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുക. ഇത് ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് എടുത്തു തന്ന പയ്യന്റെ കയ്യിലാണ് കീ ഉള്ളത്. This is useless. What? The data is encrypted. Shit! ആ പെണ്ണ് നിന്നെ വീണ്ടും പറ്റിച്ചു. അവളല്ല, ആനന്ദു. അല്ല, ഈ PK ഈ ഡേറ്റ കിട്ടിയിട്ട് എന്താ കാര്യം? ഈ മുതലാളിയെ പോലീസ് പിടിച്ചാൽ ഈ ക്ലയന്റ് ലിസ്റ്റ് കൂടെ പോലീസിന് കിട്ടും. പോലീസുകാരപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യും. അപ്പൊ ഇവന് ഈ ക്ലയൻസിനെ കിട്ടത്തില്ലല്ലോ, പിന്നെ എന്തിനാ ഇവന് ഡേറ്റ? പറഞ്ഞത് പോയിന്റ്. പക്ഷെ ഇവന് ഡേറ്റ കിട്ടിയേ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇതിനിടയ്ക്കാണ് മറ്റൊരു സത്യം പുറത്തു വരുന്നത്. ടെസ്റ്റ് നമ്പർ 5, കിരണിനെ അടിച്ച് ബോധം കെടുത്തി ആ ട്രെയിൻ ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ടത് അഭിരാമി ആയിരുന്നു. എന്തിന്? എന്താ അഭിരാമിയെ കൊല്ലാൻ നോക്കിയത്? ഓ, ഈ ടെസ്റ്റൊക്കെ കേട്ട് എനിക്ക് ഇപ്പോഴേ തല വരുന്നു. കഴിഞ്ഞിട്ടില്ല. അങ്ങനെ $1 കോടി ഇക്വലന്റ് ഡോളേഴ്സ് കിട്ടിയ ഈ കീ തരാമെന്ന് അഭിരാമിയും PK ആയിട്ട് ഡീലാവും. അതെന്താ ഈ ഡോളേഴ്സ്? ഇന്ത്യൻ റുപ്പി പോലെ? അല്ല, 2000 നോട്ട് ഇപ്പൊ കിട്ടാനില്ലല്ലോ. അപ്പൊ ഈ $1 കോടി കൊണ്ടു നടക്കണമെങ്കിൽ ഒരു സൂട്ട് കേസ് ഒക്കെ വേണം. ഇത് കഴിഞ്ഞിട്ടൊരു ഫൈറ്റ് ഉണ്ട്. അവിടെ ഈ സൂട്ട് കേസും പിടിച്ചുകൊണ്ട് ഓടുന്ന കണ്ടാൽ നല്ല രസമായിരിക്കും. അങ്ങനെ ഈ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാൻ ഇവരൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ വരും. ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നം തോന്നി ഇറങ്ങി പോന്നണം. ഇതേതാ ഈ ഉസ്താദ്? അയ്യോ, ഇത് നമ്മുടെ PK വേഷം മാറി വന്നതാ. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അവിടെ ട്വിസ്റ്റ് നമ്പർ 6, ആ ബാക്കി പറഞ്ഞ ഇട്ടിരിക്കുന്നതാണ് കിരൺ അല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? അങ്ങനെ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഈ ഉസ്താദ് കടയിൽ വെച്ച് ലാപ്ടോപ്പ് ഒക്കെ തുറന്ന് ഈ ഡേറ്റയൊക്കെ കോപ്പി ചെയ്യും. പക്ഷെ മുതലാളിയുടെ ഗാങ് സിമ്പിളായിട്ട് പുള്ളി വെടിവെച്ചിട്ടിട്ട് സാധനം അടിച്ചെടുത്തോണ്ട് പോകും. ഈ ഫാൻസി ഡ്രസ്സൊക്കെ കണ്ടപ്പോഴേ തോന്നി. പക്ഷെ അവിടെ വീണ്ടും ട്വിസ്റ്റ് നമ്പർ 7, ആ കടയിൽ ദോശ കഴിച്ചോണ്ടിരുന്ന ഒരു പോലീസുകാരും ഗുണ്ടകളും വരുന്നു.
അവിടെ വെച്ച് ഒരു വെടി പോലും കൊള്ളാത്ത രീതിയിലുള്ള ഗൺ ഫൈറ്റ്. Flashback. அம்மா என்ன சாப்பிட்றீங்க? ഒരു ഫിൽറ്റർ കോഫി. சரி. A few moments later. അല്ല ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചത്? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചതൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. പുറത്തു പറയാൻ കൊള്ളില്ല. പുറത്തു പറയാൻ കൊള്ളില്ല. അങ്ങനെ ആരൊക്കെ എവിടേക്കോ വെച്ചിട്ട് കിരൺ ജാവും ഗുണ്ടകളെ പോലീസ് പിടിക്കുകയും ചെയ്യും. പക്ഷെ അവിടെ ട്വിസ്റ്റ് നമ്പർ 8. അഭിരാമി തന്റെ ഫാമിലി ഇല്ലാതാക്കിയതിന് കിരണിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. സാറെന്താ ഞെട്ടാത്തത്? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. എന്നാ ഞെട്ടാൻ റെഡി ആയിക്കോ. എന്നാ പിടിച്ച അടുത്ത ട്വിസ്റ്റ് നമ്പർ 9. ആസ്ഫലി ആയിരുന്നു യഥാർത്ഥ വില്ലൻ. ഇറ്റ് വാസ് അശ്വിൻ. കൊള്ളാം. എന്നിട്ടാണ് ഈ മാങ്ങ തൊലിന് ഇവരുടെ കൂടെ കൂടിയ പ്ലാൻ മൊത്തം കലക്കി കൊടുത്തത്. അല്ല, പുള്ളിക്ക് കിരൺ പറ്റിച്ചുണ്ടാക്കിയ മറ്റേ കാശ് തട്ടാനുള്ള പ്ലാനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും ചോദിച്ചുകൊണ്ട് അഭിരാമിയെ പുള്ളി പഞ്ഞിക്കിടും. പക്ഷെ ഇക്കാര്യം നേരത്തെ മനസ്സിലാക്കിയ പോലീസ് അഭിരാമിയെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസ് വരുന്നവരെ നോക്കി നിന്നാൽ തന്റെ കാറ്റ് മേലോട്ട് പോകുന്നു മനസ്സിലാക്കി അഭിരാമി കയറി തൂങ്ങി ആസ്ഫലിയെ കൊല്ലും. കയറി തൂങ്ങിക്കൊല്ലാനോ? തൂക്കിക്കൊല്ലൂന്നാണോ? അല്ല സാർ, കയറി തൂങ്ങിക്കൊല്ലും. അങ്ങനെ എല്ലാം കഴിയുമ്പോൾ കൃത്യസമയത്ത് പോലീസ് അവിടെ വരും. എന്നിട്ട് ഈ കയറി തൂങ്ങിക്കിടക്കുന്ന അഭിരാമിയെ രക്ഷിക്കും. പടം കഴിയും. വിജയുടെ ഇലക്ഷൻ പരിപാടി വല്ലതും കോയമ്പത്തൂർ ഉണ്ടായിരുന്നെങ്കിൽ വെളുപ്പിനെ വരെ കിടന്ന് ഇങ്ങനെ ആടേണ്ടി വന്നതിന് അഭിരാമിക്ക്.